Arpo! Hero! 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 Arpo! Hero! 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 Arpo! Hero! 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 അപ്പൊ നന്നായി. ഇതൊരു പത്തനംതിട്ട സ്റ്റൈലാണെന്ന് മനസ്സിലായി. എവിടെയാ വീട്? വള്ളിക്കോട്, കടമനിട്ട. പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകര്. കടമനിട്ട രാമകൃഷ്ണ കുടുംബമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല. എന്തായാലും ശാന്തം, നമ്മുടെ കടമനിട്ടയുടെ വൈഫിന്റെ പേരാണ് ശാന്തിച്ചി. ശാന്തയെ കുളി കഴിഞ്ഞ് ഈറൻ വെടിഞ്ഞ് അല്ലേ, അങ്ങനെയല്ലേ പോകുന്നത് ശാന്തയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ. അപ്പോൾ ആ കവിതയൊക്കെ ശാന്തയുടെ പേരിൽ എഴുതിയിട്ടുള്ളതാണ്. ആ അമ്മച്ചി ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് നല്ല അഭിപ്രായം പറഞ്ഞു ഈ മനുഷ്യനെ കുറിച്ച്. അമ്മയ്ക്ക് എന്തോ തോന്നിയെന്തോ. ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത് കടമനിട്ടയുടെ ധർമ്മപത്നി ആയതുകൊണ്ട് വിശ്വസിക്കാം. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് അമേരിക്കയിൽ നിന്നൊരു അതിഥി വരാനുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ 24-ന്റെ നീളം കൂട്ടിയ നമ്മുടെ റിപ്പോർട്ടറാണ് പുള്ളിക്കാരൻ. 24 അമേരിക്കൻ വിളിച്ചാൽ കൊട്ടാരക്കര കേൾക്കും, ആ രീതിയിലാണ്. വരികയാണ് മധു കൊട്ടാരക്കര ഹെലികോപ്റ്ററിൽ നിന്ന്. മധു, യു ആർ വെൽക്കം. മധു, ஐயா பழனி ஆண்டவா, இந்த அருமையான முகம் எந்த மாதிரி ഞാൻ പാത്ത് യാ യോ യാ യാ. ഈ തിളങ്ങുന്ന കുപ്പായം എങ്ങനെ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റി? അബദ്ധം പറ്റിയതാണ്. അമേരിക്കൻ തന്നെയാണോ? അല്ല, ജെയിംസ് സാർ അവിടെ ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു. ജെയിംസ് സാർ പറഞ്ഞു ഇവിടെ സണ്ണി ലിയോൺ വരുന്നു, കുറച്ച് കളറായിട്ട് വരുന്നു. അല്ല, എന്നോട് ചോദിച്ചു പുള്ളി സണ്ണി ലിയോൺ എപ്പോഴാ വരുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സണ്ണി ലിയോൺ ഇവിടെ ഇരിപ്പുണ്ട്, കേറി വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. എവിടെ ഇരിക്കുന്നു? ബോംബെയിൽ. പി ജെയിംസേ ഇതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിച്ചു നടക്കുമായിരുന്നു. സണ്ണി ലിയോണെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഈ പുള്ളിക്കാരനെ സണ്ണി ലിയോണെ ഒന്ന് ഹഗ് ചെയ്യാൻ അല്ല ഹഗ് ചെയ്യാൻ പറ്റിയില്ലെന്നാ പറയാൻ. നാളെ പി ഒരു കാര്യം ചെയ്യും, നാളെ അവിടത്തിന് എന്ന് വൈകുന്നേരം ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് കണ്ടാൽ മതി. ആരാണ് ഹൂ ഈസ് സണ്ണി ലിയോൺ. അപ്പൊ അത് കൊട്ടാരക്കര അമേരിക്കൻ എപ്പോ വന്നു? കുടുംബമായിട്ടാണോ എത്തിയത്? ഇല്ല, ഒരാഴ്ച ആയതേ ഉള്ളൂ. ഞാൻ സാറിന് നേരത്തെ മിലിറ്ററി ചേരാൻ പോകുന്നു. ആ രീതിയിലൊരു കട്ടാണല്ലോ, വെട്ടി തുണ്ടാക്കി കളഞ്ഞിട്ട്. 50 വയസ്സായപ്പം 10 വർഷം കുറയ്ക്കും. 50 വയസ്സായോ? നന്നായി. ഇന്നലെ ഇതിലും തിളക്കമുള്ളൊരു ഷർട്ട് ഇട്ടോണ്ടാണ് കേട്ടോ വന്നത്. ഇന്നലെ മിറർ വർക്ക് ഒക്കെ ചെയ്ത് ഇന്നലെ രാത്രി നമ്മുടെ പൊളിച്ചല്ലോ. നല്ലൊരു തള്ളായിരുന്നു ഞാൻ തള്ളിയത്. അല്ല, ഞാൻ വീഡിയോ കോളിൽ വന്നപ്പോ കണ്ടു. ഇനിയിപ്പോ പറഞ്ഞ് നാട്ടിക്കണ്ട, കംപ്ലീറ്റ് പോയി കൈവിട്ടു. ഹെലിപ്പാടല്ല, അത് പുലിപ്പാടാ. അവതാര പുലികൾ പുലിപ്പാടാ. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. പത്നിയൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ? ഉണ്ട്. പിന്നെ അമേരിക്കൻ ജീവിതമായിട്ട് ചോദിച്ചത്. അല്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. ആരെ? യാത്ര തിരിക്കും. 50 കൊല്ലം സഹിച്ചോ? ഇല്ല, എത്ര കൊല്ലം സഹിച്ചു? 24. അവാർഡ് കൊടുക്കണം തീർച്ചയായും. മധുവിനെ പോലെ നാവിന് എല്ലില്ലാത്ത ഒരു മനുഷ്യ സഹിച്ചത്. അപ്പൊ മധു, നമുക്ക് ഇനിയിപ്പം എന്താ നമ്മുടെ എന്തോ ഒരു സർപ്രൈസ്. 22 വർഷത്തിന് ശേഷം അമേരിക്ക പോയതിനു ശേഷം ആദ്യമായിട്ടാണ് തിരുവോണത്തിന് വരുന്നത്. വന്ന് നേരെ വയനാട് പോയി. വയനാട്ടെ കാഴ്ചകള് ശരിക്കും കണ്ണീരലിയിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ മലയാളികൾ. അതുകൊണ്ട് പറയാണ് സാറിന് നേരിട്ട് കാണാൻ പറ്റും. ഓക്കെ, അമേരിക്കൻ മലയാളികൾ വരുന്നുണ്ടോ? ഓക്കെ 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 പ്ലേ. അല്ലല്ല, അവർ അമേരിക്ക വരിക ലൈവായിട്ടല്ലേ? ഓക്കെ, ശരി ശരി, ഒന്ന് കണ്ടുകളയാം. നിങ്ങൾ ഈ വയനാടിന്റെ കണ്ണീരൊപ്പാൻ 24 ന്യൂസിന്റെയും ശ്രീകണ്ഠൻ നായർ സാറിന്റെയും ആ വിശ്വാസ്യതയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. കൽപ്പറ്റയിൽ അവരൊരു സമ്മേളനം നടത്തിയിരുന്നു 24. അതിൻ്റെ അകത്ത് ദുരന്തബാധിത പ്രദേശത്തുള്ള ശേഷിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്യുമെന്നുള്ള അവിടെ ഒരു ദൃഢപ്രതിജ്ഞയെടുത്തു. എത്രയോ, കാരണം അതിനെപ്പറ്റി ചിന്തിച്ചാൽ എത്രയോ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ചാനലുകളിൽ ഇന്ന് ഇതുപോലുള്ള സഹായ ഹസ്തകൾ എത്തിക്കാൻ കഴിവുള്ള ചാനല് ഇന്ന് 24 എന്ന ചാനലാണ്. അതുകൊണ്ട് അതിന്റെ അമരത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിനെയും അതുപോലെ തന്നെ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും ഇതുപോലുള്ള മധു കൊട്ടാരക്കരെ പോലെയുള്ളവരെയും ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഒരുപാട് ചാനലുകൾ, ദൂരദർശൻ മുതൽ ഒത്തിരി ചാനലുകൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് 24 ചാനൽ.
SKN എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിനോട് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എറണാകുളത്തൂടെ ഇത്രയും വളർന്ന് ഈ ചാനൽ എത്തിയതിൽ വളരെയധികം സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്തരാത്മാവിൽ നിന്നുള്ള സന്തോഷമാണ്. എല്ലാവരോടും പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിൽ SK മധുകൊട്ടാരക്കര ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ ചെറിയ തുക അർഹതപ്പെട്ടവരെ ഏൽപ്പിക്കണം എന്ന് മാത്രം. ഇത്രയും നല്ല കാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എല്ലാവരും ഇതിൽ സഹകരിച്ചു ആത്മാർത്ഥമായിട്ട്. ഞങ്ങളുടെ ഈ സംഭാവന പാവപ്പെട്ടവരുടെ ചില്ലിക്കാശ് പോലെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, മധു കൊട്ടാരക്കര യഥാർത്ഥത്തിൽ അമേരിക്കയിൽ 24 വളരെ പ്രശസ്തമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ താങ്കളുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ഈ തിരുവോണ നാളിൽ അംഗീകരിക്കുന്നു. സർട്ടിഫൈഡ് പുള്ളിയുടെ കയ്യിലെ ഒരു പ്രേക്ഷകൻ 10 കോടി കൊടുത്തു വിട്ടിരുന്നാ കേട്ടത്. ആണോ? ഇത് ഫിലഡൽഫിയയിലുള്ള ന്യൂ ഹോപ്പ് അഡൽട്ട് ഡേ കെയറിലെ വളരെ പ്രായം ചെന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ അവര് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ അമേരിക്കയിലുള്ളവർക്കൊന്നും വരെ ഇവര് പ്രായം ചെന്ന അവർക്ക് ആകെ 24ഉം ശ്രീകണ്ഠൻ നായർ സാറിനെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പൊ അവരങ്ങനെ ഉള്ളതാണ്. അവര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ചെറിയ നുള്ളിപ്പറക്കിയ പൈസ നമുക്ക് തരുന്നു. വളരെ സന്തോഷം. വയനാട്ടുള്ളവർക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ ഒരു ഇതൊരു കിഴിയാണ്. ഓക്കെ, ഈ പണക്കിഴി നമ്മൾ വിശ്വാസയോഗ്യമായി ഏറ്റുമുട്ടുന്നു, ഏറ്റുവാങ്ങുന്നു. അപ്പോൾ 2 ലക്ഷം രൂപയുണ്ട് ഇതിന്. മധു കൊട്ടാരക്കരയാണ് കൈമാറിയത്. ഫിലാഡൽഫിയയിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ മലയാളി സുഹൃത്തുക്കൾ, അമേരിക്കൻ മലയാളികൾ വളരെ അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ സമാഹരിച്ച ഈ പണം വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇതെൻ്റെ വാക്ക്. ഇതിൽ നിന്ന് 1 രൂപ പോലും ചോരാതിരിക്കാൻ എല്ലാവിധമായ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. സഹായം ആവശ്യമുള്ളവർക്ക് ഈ 2 ലക്ഷം രൂപയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത് വരെ അമേരിക്കൻ മലയാളികളും പ്രവാസികളും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് ചേക്കേറിയുള്ള മലയാളികളും ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരും നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകളും എല്ലാവരും ഒന്നിച്ച് 24 കണക്റ്റിൻ്റെ ഒരേ കുടക്കീഴിൽ നമ്മൾ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു. വയനാട് അതിജീവിക്കും ഈ പ്രതിസന്ധി. മധു കൊട്ടാരക്കര, താങ്ക് യു. താങ്കളൊരു വലിയ മനുഷ്യനാണെന്ന് തെളിയിച്ചു. പറഞ്ഞിരുന്നു ഇന്നലെ. SKN ഓണക്കോടി തന്നില്ല, അതുകൊണ്ട് എനിക്ക് ഓണക്കോടി കൊടുക്കണമെന്ന് അതിസമ്പന്നനായ വ്യക്തി ഇന്നലെ പറഞ്ഞിരുന്നു. അല്ല, ഇത് ആരോ പറഞ്ഞിട്ട് മധു കൊട്ടാരക്കര കൃഷ്ണ ചെറിയാനും ചേർന്ന് എന്തോ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഐഡിയ. പ്രവിതയും ചേർന്ന് ഗുഡ് നൈറ്റ് വിത്ത് പ്രവിത ആൻഡ് പ്രജിൻ ഒരു പരിപാടിയുണ്ട്. ഇത് മധു കൊട്ടാരക്കരയും അതുപോലെ തന്നെ കൃഷ്ണ ചെറിയാനും ചേർന്നിട്ട് മാക്രി. അതിലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാക്രി ആരാന്നുള്ളതാണ് പ്രശ്നം. അല്ല SKN, ഇപ്പൊ ഞാനോ പ്രജിൻചേട്ടനോ ആരെങ്കിലും ഒരാളില്ലെങ്കിലേ മാപ്രയാവാനും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പുള്ളി എന്തുവാകും? അന്തം വിട്ട പ്രതി എന്ത് ചെയ്യും? അപ്പൊ മധു കൊട്ടാരക്കര ഷഫീർ മണാർക്കാട് പറഞ്ഞു പുലികൾക്കിടയിൽ കരിമ്പുലി മധു കൊട്ടാരക്കര. അതെ, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ മധു കൊട്ടാരക്കര പോയിട്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ പാൽ കഞ്ഞി. ഓക്കെ, താങ്ക് യു.